ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. സോയാ ചങ്ക്സ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ സോയാ ചങ്ക്സ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോഴേ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടാ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോ 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത ശേഷം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാട്ടാ. ദാ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വേണോട്ടാ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് അളവിൽ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് നമ്മുടെ സോയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിട്ടാ. അപ്പോഴേക്കും നമ്മുടെ സോയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോ 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് സോയാ ചങ്ക്സിലെ വെള്ളം മുഴുവനായും കളഞ്ഞെടുക്കണം കേട്ടാ. ഇപ്പോൾ ഞാൻ സോയാ ചങ്ക്സിലെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് സോയ 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ. ഇപ്പോ നമ്മുടെ മസാലയൊക്കെ സോയാ ചങ്ക്സിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ദാ ഇപ്പോ നമ്മുടെ സവാള നന്നായി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ഇപ്പോതാ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ആയി നമ്മുടെ മുന്തിരി നല്ല പോലെ ഒന്ന് വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ നമ്മുടെ സോയാ ചങ്ക്സും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാട്ടോ. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പോതാ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് പകുതിയാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാട്ടാ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കണോട്ടാ. ദാ ഇപ്പോ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി ട്ടാ. ദാ ഇപ്പൊ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ദാ ഇപ്പോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. എന്നിട്ട് ഇതൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോ നമ്മുടെ സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ട് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കയും 3 കറുവപ്പട്ടയും 4 ഗ്രാമ്പൂവും 1 തക്കോലവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കാം. ബസുമതി അരി ആട്ടാ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാട്ടാ. അരിയും ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഏകദേശം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണോട്ടാ. ഇപ്പോ നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറ് വേവിക്കുമ്പോഴേ ഒരു 90% വേവിച്ചെടുത്താൽ മതി ട്ടാ. നമ്മളിത് ദമ്മ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 90% വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ ദം ചെയ്തെടുക്കണം. അപ്പോ അതിനു വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് കുറച്ച് മല്ലി പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ചൂടോട് കൂടി തന്നെ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചോറിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലി പുതിനയില ചേർത്ത് കൊടുക്കാം. മല്ലി പുതിനയില ചേർത്ത ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാട്ടാ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി വിതറി കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ദമ്മ് ചെയ്തെടുക്കാട്ടാ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോ നമ്മുടെ അടിപൊളി ടേസ്റ്റി സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ അച്ചാറും പപ്പടും സലാഡും കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആട്ടത്. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സോയ ചങ്ക്സ് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കി നോക്കണോട്ടാ. തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടാ.